അല്ലെ ഗവൺമെൻറ് കോളേജിൽ തന്നെ മുകളിലുള്ള കോളേജിലോട്ട് മാറണം, അല്ലെ മറ്റു കോളേജിലോട്ട് മാറണമെങ്കിൽ ഇതിനെല്ലാം വേണേൽ അവിടെ നിർത്താം. പക്ഷെ അത് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടാത്തവരാ, അവർ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കുകയില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. പക്ഷേ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കോളേജ് നോക്കുന്നു, അതിലും ആ കുട്ടിക്ക് കിട്ടിയില്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ അത് ചെയ്യും? തീർച്ചയായും ചിലരുടെ സംശയമാണ്. അത് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മളിത് തിരികെ മേടിച്ച് ആ പുതിയ കോളേജിൽ പോയി ചേരാതിരുന്നാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് സേഫാണ്. കാരണം ഒരു ബുക്ക് നോക്കിയോ ഒരു അധ്യാപകരിൽ നിന്നും അല്ല അത് പഠിക്കുന്നത്. കണ്ടും കേട്ടും ഡയഗ്നോസ് ചെയ്തും വളരെ അനുഭവ പരിജ്ഞാനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണല്ലോ ഈ ഒരു മേഖല. അപ്പോൾ അതിലോട്ട് എങ്ങനെ ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 156ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, നമ്മുടെ കുട്ടികൾ, കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കേരള ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പുതിയ അപ്ഡേഷനും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും കേരളത്തിൽ നമ്മുടെ നീറ്റ് ആസ്പിരൻ്റായിട്ട് ഏതാണ്ട് 1.25 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റിന് അപ്ലൈ ചെയ്യുന്നത്. ഈ വർഷം ഏതാണ്ട് 75,000-ഓളം വിദ്യാർത്ഥികളാണ് നീറ്റിന് ക്വാളിഫൈ ചെയ്തത് MBBS BDS പഠിക്കാനായിട്ട്. അവരുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വന്നു. അതിനുശേഷം ഈ അധ്യയന വർഷം 25-26 അധ്യയന വർഷം ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും MBBS BDSൻ്റെ ആദ്യഘട്ട അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ എൻട്രൻസ് കമ്മീഷൻ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. 697 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്കാണ് ജനറൽ സ്റ്റേറ്റ് മെറിറ്റിൽ പ്രത്യേകിച്ച് റിസർവേഷനൊന്നും നോക്കാതെ ഒരു പ്രവേശനം ഗവൺമെൻറ് മേഖലയിൽ പ്രവേശനം കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 8,700 റാങ്ക് വരെയുള്ളവർക്കാണ് സ്വകാര്യ മേഖലയിൽ 8.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 9 ലക്ഷം രൂപയൊക്കെ ഫീസ് ഇനത്തിൽ കൊടുത്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു യോഗ്യത കിട്ടിയിരിക്കുന്നത്. വിവിധ റിസർവേഷൻ അനുസരിച്ചും ഈഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, വിശ്വകർമ്മ അടിസ്ഥാനത്തിൽ SC/ST വിഭാഗത്തിലൊക്കെയുള്ള സ്പോർട്സിൻ്റെയൊക്കെയുള്ള എല്ലാ കാറ്റഗറി അടിസ്ഥാനത്തിലുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുഴുവൻ സീറ്റുകളിലോട്ടുമാണ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റോൾ നമ്പർ ഉണ്ടെങ്കിൽ, നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ജോയിനിങ് ടൈമുണ്ട്. അപ്പം 24-ാം തീയതി വൈകുന്നേരം 4 മണി നമ്മളതിന് ജോയിൻ ചെയ്തിരിക്കണം. MBBS BDSന് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് മേഖലയാണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കാനുണ്ട്. നമ്മൾ 5,000 രൂപയാണ് അടച്ചത്. ബാക്കിയുള്ളതൊക്കെ എൻട്രൻസ് കമ്മീഷണർക്ക് അടയ്ക്കണം. കോളേജുകളിൽ നേരിട്ട് ചെല്ലണം. എല്ലാ സർട്ടിഫിക്കറ്റുകളും കൂടെ നമ്മൾ അഡ്മിഷൻ എടുക്കണം. എന്നാൽ സ്വകാര്യ മേഖലയിലാണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. സാർ, ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ 1 ലക്ഷം രൂപ അടുത്ത് അടയ്ക്കണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിലെല്ലാം എൻട്രൻസ് കമ്മീഷണർക്ക് സ്വകാര്യ മേഖലയാണെങ്കിൽ 1 ലക്ഷം രൂപയും NRI ആണെങ്കിൽ 4,95,000 അടയ്ക്കണമായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഒഴിവാക്കിയിട്ട് മുഴുവൻ തുകയും കോളേജിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ 5,000 രൂപ കുറച്ചിട്ട് അടച്ചാൽ മതി? അല്ല, ആ 5,000 രൂപ പിന്നീട് തിരിച്ചു തരികയാണ് ചെയ്യുന്നത്. മുഴുവൻ തുകയും ഒരു കോളേജിൽ 8,16,000 രൂപയാണ് ഫീസെങ്കിൽ ആ 8,16,000 രൂപയും സ്പെഷ്യൽ അഡ്മിഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും അടക്കം മുഴുവൻ തുകയും കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് കോളേജിൻ്റെ ഓരോ കോളേജുകളുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ കോളേജിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ റെസിപ്റ്റുമായിട്ടാണ് നമ്മൾ പോകേണ്ടത്. ബാക്കി ഓരോ കോളേജിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റുകൾ അടുത്ത് വെക്കേണ്ട ഒരു ക്രമമുണ്ട്. അപ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ കോപ്പികൾ, ഫോട്ടോകൾ, സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് പോകാം. ആൻറ്റി റാഗിങ്, അതുപോലെ തന്നെ ബോണ്ട്, മെഡിക്കൽ ഫിറ്റ്നസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. ചില കോളേജുകളിലൊക്കെ അത് അഡ്മിഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും മതിയാവും. ചില കോളേജുകളിൽ ആദ്യം തന്നെ സർട്ടിഫിക്കറ്റ് മേടിച്ച് വെക്കും. ചിലർ ടെമ്പററി ആയിട്ട് ഹയർ ഓപ്ഷനിലോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ അഡ്മിഷൻ പ്രൊസീജിയറുകൾക്ക് ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ കോളേജുകളായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അഡ്മിഷൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ അവർ പറയും വെബ്സൈറ്റിലുണ്ട്, അതുപോലെ ചെയ്തോളാണ് പറയുന്നതെങ്കിൽ വെബ്സൈറ്റിൽ കാണുന്ന തരത്തിൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഏത് കോളേജാണെങ്കിലും നമ്മുടെ ഒരു ബയോഡാറ്റ, അത് ഗവൺമെൻറ് ആണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും, അപ്പോൾ നമ്മൾ നമ്മുടെ ബയോഡാറ്റ ആപ്ലിക്കേഷൻ ഫോം അത് കോളേജുകളുടെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അത് പൂരിപ്പിച്ച് ഫോട്ടോയൊക്കെ ഒട്ടിക്കുക. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ. ഈ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ അപ്ലോഡ് ചെയ്തത്. 1 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 2 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്. അത് കേരളത്തിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ 12ാം ക്ലാസ്സിന് മാർക്ക് ലിസ്റ്റ് വേണം. കാരണം 50% മാർക്കുണ്ടെന്ന് വേണ്ടേ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചു എന്ന് വേണ്ടേ. അപ്പോൾ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
പിന്നെ വേണ്ടത് TC വേണം, പിന്നെ വേണ്ടത് കോൺടാക്റ്റ് വേണം, മൈഗ്രേഷൻ വേണം. പിന്നെ നമ്മുടെ കേരളയുടെ വെബ്സൈറ്റിൽ നിന്നും കേരള ഡേറ്റ ഷീറ്റ് കിട്ടും, അതുപോലെ തന്നെ കേരള അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടും, പിന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ് കിട്ടും, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടും. ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ MBBS BDS പഠിക്കാൻ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ്, അസിസ്റ്റൻറ്റ് സർജൻ്റെ ലെവലിൽ നിന്ന് അതും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വേണം. ഇത്രയും കൊടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഓരോരോ കോളേജുകളിൽ ഓരോരോ സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ആൻറ്റി റാഗിങ് ഉണ്ട്, വാക്സിനേഷൻ ഉണ്ട്, ബോണ്ടുകളുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് സാവകാശം കിട്ടും. ഇതെല്ലാം കൊണ്ടുപോയെന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. ചില കോളേജുകൾ അങ്ങനെ പറയും, ഇതെല്ലാം വേണമെന്നൊക്കെ പറയും. ഇനി ഇല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ സാവകാശമുണ്ട്, ക്ലാസ് തുടങ്ങുമ്പോൾ കൊടുത്താലും മതിയാകും. ഇതെല്ലാം സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് 24-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ നമ്മൾ ആ കോളേജിൽ ചെന്ന് അഡ്മിഷൻ പൂർത്തിയാക്കണം. എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ സാവകാശം ലഭിക്കും. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകളൊക്കെ അവിടെ ഉണ്ട്. ഒരു ദിവസം നമ്മൾ തയ്യാറെടുത്ത് വേണം പോകാൻ. പെട്ടെന്ന് ചെന്നിട്ട് ഓടി എടുത്തിട്ട് വരാൻ പറ്റില്ല. പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ചെയ്യാനായിട്ടുണ്ട്. എങ്കിലും ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. ഓൾ ഇന്ത്യ പോലെ 2 ദിവസമൊന്നും എടുക്കുകയല്ല, ഒരു ദിവസം കൊണ്ട് നമുക്ക് അഡ്മിഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് തിരിച്ചു പോരുകയും ചെയ്യാം. സാർ, ഇപ്പോൾ ഈ ഒരു അടുത്ത അലോട്ട്മെന്റിലേക്ക് പോകുമ്പോൾ വില്ലിങ്നെസ് നമ്മൾ പ്രിൻസിപ്പളിനോടാണോ ചോദിച്ചത്? ഇല്ല, അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിന് മാത്രമേ ഉള്ളൂ. കേരള അലോട്ട്മെൻറ്റിന് അങ്ങനെ ടെമ്പററി അഡ്മിഷൻ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പോകുന്നുണ്ടോ എന്ന് അവർ ചോദിക്കും. അടുത്ത ഹയർ ഓപ്ഷൻ കിട്ടിയാൽ മാറുന്നുണ്ടോ എന്ന് ചോദിക്കും. ആ കോളേജുകളുടെ സൗകര്യങ്ങൾ, ആ കോളേജിൻ്റെ ബെനിഫിറ്റുകളെല്ലാം കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം നമുക്ക് ഈ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് വരെ എല്ലാവരുടെയും ആഗ്രഹം ഏറ്റവും നല്ല കോളേജ് എന്നാണ്, ഏറ്റവും സൗകര്യമുള്ള കോളേജ്, ഏറ്റവും നല്ല കോളേജ് ഏതെന്ന് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം ഇത് ഓൾറെഡി ആ കോളേജുകാർക്കും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കറിയാം, എല്ലാ കോളേജും ഒരുപോലെയാണ്. എല്ലാ കോളേജിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഒരുപോലെ തന്നെയാണ്. ഒന്നിനും മോശമോ നല്ലയോ അല്ലെങ്കിൽ മേന്മ കൂടുതലോ മേന്മ കുറവുകളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ആ കോളേജുകൾ കാണുമ്പോൾ ഒരു 90% പേർക്കും അവർ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എങ്കിലും നമുക്ക് ഹയർ ഓപ്ഷൻ വെക്കാനും മാറാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. എല്ലാവർക്കും ഹയർ ഓപ്ഷൻ വെച്ചിട്ട് മാറാം, അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. പിന്നെ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഹയർ ഓപ്ഷൻ കിട്ടിയാൽ മാറുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ കോളേജിനോട് പ്രിൻസിപ്പളിനോട് അതൊന്നും ചോദിക്കത്തുമില്ല. ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളത് പറയണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല മാറുന്നുണ്ടോ എന്നുള്ളത്. 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത്, കേരളത്തിൻ്റെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടത്. നമുക്ക് മാറണമെന്ന് പറയേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷനോടാണ് നമുക്ക് പറയേണ്ടത്. മാറണം, അങ്ങനെ പറയേണ്ടതാണ് ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അത് 2ാം ഘട്ടം തുടങ്ങുന്ന സമയത്ത് മാത്രമേ വരികയുമുള്ളൂ. സാർ, ഇപ്പോൾ ചിലപ്പോൾ കൺഫർമേഷൻ നടത്താൻ മറന്നു പോകും, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? ആദ്യം കിട്ടിയ കോളേജ് നമുക്ക് ഉറപ്പായി, പിന്നെ നമുക്കൊരു മാറ്റമില്ല. അപ്പോൾ നമുക്ക് 2ാം ഘട്ടത്തിലും ഇല്ല, 3ാം ഘട്ടത്തിലും ഇല്ല, നമ്മൾ തീർന്നു. ഈ 1ാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ നമ്മൾ തുടർന്നുള്ള 5.5 വർഷം പഠിക്കും. അപ്പോൾ ഇതുവരെ ഒരു അലോട്ട്മെന്റും കിട്ടാത്തവർക്ക് എങ്ങനെയായിരിക്കും ഇതിനെ സമീപിക്കാൻ സാധിക്കും? അവരും ഈ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. അപ്പോൾ അവരുടെ ഓപ്ഷനുകളെല്ലാം അതിനകത്തുണ്ട്. ഓൾ ഇന്ത്യ പോലെ അല്ല, കേരളത്തിൽ ആ കുട്ടിയുടെ ഓപ്ഷൻ എല്ലാം അവിടെ ഉണ്ട്. അഡ്മിഷൻ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും അവരുടെ ഓപ്ഷനുകളെല്ലാം ആ സൈറ്റിലുണ്ട്. അപ്പോൾ അഡ്മിഷൻ കിട്ടിയ വ്യക്തിയെ സംബന്ധിച്ചോളം ആ കിട്ടിയതിൻ്റെ മുകളിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി 2ാം ഘട്ടത്തിൽ നമ്മുടെ സൈറ്റിലോട്ട് കയറുമ്പം, ഉദാഹരണത്തിന് ഗോകുലം കിട്ടിയ ഒരാളെ സംബന്ധിച്ചോളം ആ ഗോകുലം അതിനകത്ത് കാണിക്കും. അത് ഓപ്ഷൻ അല്ല, അത് സീറ്റാണ്. അപ്പം നമുക്ക് അതിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ ഇനി കൊടുക്കാവുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗോകുലത്തിൽ അഡ്മിഷൻ കിട്ടി, നമ്മൾ 24-ാം തീയതി ഗോകുലത്തിൽ പോയി ചേർന്നു. 2ാം ഘട്ടം തുടങ്ങി. നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് അകത്ത് കയറി. സൈറ്റിനകത്ത് കയറുമ്പം നമ്മളുടെ ഓപ്ഷനുകൾ അവിടെ കാണാം. ഗവൺമെൻറ് കോളേജുകളും ബാക്കി കൊടുത്ത സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം. ഈ അഡ്മിഷൻ എടുത്ത കോളേജും അതിനകത്ത് കാണാം. അത് ഓപ്ഷൻ അല്ല, അത് സീറ്റാ അത്. കാരണം നമുക്ക് ആ സീറ്റിനേക്കാളും താല്പര്യമുള്ളത് മാത്രമേ ഇനി നമ്മളുടെ സൈറ്റിൽ വരാവുള്ളൂ. അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ സീറ്റ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു 12, ഈ ഗോകുലത്തിനേക്കാളും മുകളിൽ ഒരു 12 ഓപ്ഷൻ കിടപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ 12 എണ്ണം നമുക്ക് വേണേൽ ഡിലീറ്റ് ചെയ്യാം. എന്താ, നമുക്കിനി 5.5 വർഷം ഗോകുലം മതി, അല്ലെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മതി എന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കിടക്കുന്ന ഓപ്ഷൻസിനെ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അപ്പം 5.5 വർഷം ഈ കോളേജിൽ തന്നെ പഠിക്കും. അതല്ല, ഇതിൽ മുകളിൽ കിടക്കുന്ന കോളേജ് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലോട്ട് മാറണം, അല്ലെ ഗവൺമെൻറ് കോളേജിൽ തന്നെ മുകളിലുള്ള കോളേജിലോട്ട് മാറണം, അല്ലെ മറ്റു കോളേജിലോട്ട് മാറണമെങ്കിൽ ഇതിനെല്ലാം വേണേൽ അവിടെ നിർത്താം, അല്ലെ അതിൻ്റെ പ്രയോറിറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ ഹയർ ഓപ്ഷന് ഈ കിട്ടിയ കോളേജിനേക്കാളും മുകളിലുള്ളതിനെ റീഅറേഞ്ച് ചെയ്യുവോ ഡിലീറ്റ് ചെയ്യുവോ എല്ലാം തന്നെ അതേപടി നിലനിർത്തുകയോ ഒക്കെ നമുക്ക് വേണേൽ ചെയ്യാം. അതാണ് 2ാം ഘട്ടത്തിലെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കിട്ടാത്തവരെ സംബന്ധിച്ചോളൂ, അയാൾ കൊടുത്ത ഓപ്ഷൻ മുഴുവൻ അതിനകത്ത് കാണാം. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാത്രമേ ഒരാൾ വെച്ചുള്ളൂ എന്ന് വിചാരിക്കുക. അയാൾക്കൊന്നും കിട്ടിയിട്ടില്ല. അയാൾ 2ാം ഘട്ടത്തിൽ കയറുമ്പോൾ ആ ഗവൺമെൻറ് 12 കോളേജ് അവിടെ ഉണ്ട്. ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, OTP ഓപ്ഷൻ കൺഫർമേഷൻ ഒരു ലിങ്ക് ഉണ്ട്, അകത്തെ ക്ലിക്ക് ചെയ്യുന്നു.
അപ്പം OTP വരുന്നു. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷനുകളെല്ലാം കാണാം. നമ്മൾ സേവ് പോലും ചെയ്യേണ്ട, അത്രയും കാണിച്ചാലായി. നമ്മൾ സേവ് ചെയ്യുന്നു, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്നും കൂടെ നോക്കി ഓക്കെ നമുക്ക് ലോഗൗട്ട് തിരിച്ചിറങ്ങാം. അത്രേ ഉള്ളൂ, ചെറിയൊരു പ്രോസസ്സ്, 1 മിനിറ്റ് നേരത്തെ ഒരു പ്രോസസ്സേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടാത്തവരാ, അവർ ഓട്ടോമാറ്റിക്കായിട്ട് 2ാം ഘട്ടത്തിൽ പരിഗണിക്കുകയില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. അഡ്മിഷൻ അലോട്ട്മെന്റ് കിട്ടിയവർക്ക് അഡ്മിഷൻ നിർബന്ധമാണ്. അഡ്മിഷൻ കിട്ടിയവർക്കും കിട്ടാത്തവർക്കും 2ാം ഘട്ടത്തിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷനും നിർബന്ധമാണ്. ഓട്ടോമാറ്റിക്കായിട്ടൊന്നും പരിഗണിച്ച് അങ്ങനെ അലോട്ട്മെന്റ് ഒന്നും പോവുകയില്ല. സാർ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കോളേജ് കിട്ടിയിരുന്നു, പക്ഷേ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു കോളേജ് നോക്കുന്നു, അതിലും ആ കുട്ടിക്ക് കിട്ടിയില്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ അത് ചെയ്യും? തീർച്ചയായും ചിലരുടെ സംശയമാണ്. ഇപ്പോൾ ഒരു കോളേജിലൊക്കെ പോയി ചേർന്നു, ഒരു കോളേജ് കിട്ടി, നമുക്ക് ഗോകുലം തന്നെ എടുക്കാം. ഗോകുലത്തിൽ പോയി 24-ാം തീയതി ചേർന്ന് കഴിഞ്ഞിട്ട് 2ാം ഘട്ട അലോട്ട്മെന്റിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തി, പുതിയതായിട്ടൊരു കോളേജും കിട്ടിയില്ല. അതെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ആ ഗോകുലം അവിടെ തന്നെ ഉണ്ട്. ഇനി ഒരു കോളേജിന്റെ പുതിയതായിട്ട് അലോട്ട് ചെയ്താൽ മാത്രമേ ഇത് പോവുകയുള്ളൂ, അല്ലാതെ ഇത് പോവുകയൊന്നുമില്ല. ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയെന്ന് വിചാരിച്ച് കിട്ടിയ കോളേജ് പോവുകയൊന്നുമില്ല. നമുക്ക് ആ കോളേജിൽ തന്നെ പുതിയതായിട്ടൊരു കോളേജ് അനുവദിച്ചില്ലെങ്കിൽ നിലവിലുള്ള കോളേജ് അവിടെ ഉണ്ട്, അവിടെ പോകുമൊന്നും വേണ്ട. ആ കോളേജ് അവിടെ ഉണ്ട്. വീണ്ടും 3ാം ഘട്ടത്തിൽ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ട് 3ാം ഘട്ടത്തിൽ മാറണമെങ്കിൽ മാറാം. അവിടെയും ഇതുപോലെ തന്നെ ഒരു അവസരമുണ്ട്. 3ാം ഘട്ടത്തിൽ നമുക്ക് പുതിയ കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ കോളേജ് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ 24-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്താൽ മിനിമം ആ കോളേജ് ഉറപ്പാണ്. ആ അഡ്മിഷൻ പിന്നെ നമുക്ക് നഷ്ടപ്പെടുകയില്ല. അതാണ് നമ്മൾ 24-ാം തീയതിക്കുള്ളിൽ പോയി അഡ്മിഷൻ നിർബന്ധമായിട്ട് എടുക്കണം. എന്നിട്ട് 2ാം ഘട്ടത്തിനെയും 3ാം ഘട്ടത്തിനെയും സമീപിക്കണം. സാർ, ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്ത് ചേർന്ന ഒരു കോളേജിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ? 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നടക്കുകയും ഒരു കോളേജ് മാറ്റം കിട്ടി. ഇപ്പം വീണ്ടും നമുക്ക് ഗോകുലം തന്നെ പറയാം, ഗോകുലത്തിൽ പോയി അഡ്മിഷൻ എടുത്തു, അല്ലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു. 2ാം ഘട്ടത്തിൽ നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു, പുതിയൊരു കോളേജ് കിട്ടി. അപ്പം ചിലരെങ്കിലും പറയും വേറൊരു കോളേജ് കിട്ടി, ഉടനെ പറയാം അയ്യോ എനിക്കിത് വേണ്ട, എനിക്ക് ആദ്യം കിട്ടിയത് മതി, കാരണം ഞാൻ അവിടെ ട്യൂഷൻ ഫീസ് അടച്ചതല്ലേ, സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് കൊടുത്തതല്ലേ, അപ്പോൾ എനിക്ക് ആ സീറ്റ് അവിടെ ഉണ്ടെന്ന് വിചാരിക്കും. പുതിയൊരു കോളേജ് കിട്ടിയാൽ, അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞത് കിട്ടാത്ത സാഹചര്യമാണ്, ഇനി പുതിയൊരു കോളേജ് കിട്ടിയാൽ ഈ കോളേജ് നഷ്ടപ്പെട്ടു. നമ്മൾ നിർബന്ധമായിട്ടും ആദ്യത്തെ കോളേജിൽ പോയി എല്ലാ സർട്ടിഫിക്കറ്റും അടച്ച ഫീസെല്ലാം മേടിച്ചിട്ട് നമ്മൾ നിർബന്ധമായിട്ടും 2ാം ഘട്ടത്തിലോ അല്ലെ 3ാം ഘട്ടത്തിലോ കിട്ടിയ കോളേജിൽ പോയി ചേരണം. അത് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മളിത് തിരികെ മേടിച്ച് ആ പുതിയ കോളേജിൽ പോയി ചേരാതിരുന്നാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് നമുക്ക് സേഫാണ്. ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ മാത്രമേ നമുക്കിത് നഷ്ടപ്പെടുകയുള്ളൂ. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് കിട്ടിയത്, ഗവൺമെന്റിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ആ കുട്ടി നോക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം സെൽഫ് ഫിനാൻസിങ് MBBSനാണ് കിട്ടിയത്, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDSനാണ് കിട്ടിയത്. നമ്മൾ ഈ 24-ാം തീയതിക്കുള്ളിൽ നിർബന്ധമായിട്ട് അഡ്മിഷൻ എടുക്കണം. ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ എല്ലാം പോയി. ഇപ്പം സെൽഫ് ഫിനാൻസിങ് BDS വന്നിട്ട് നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ MBBSും പോവും, BDSും പോവും, ഗവൺമെന്റ് പോവും, സ്വകാര്യവും പോവും, മുഴുവൻ ഓപ്ഷൻസും ഡിലീറ്റ് ആയി പോവും. മനസ്സിലായില്ലേ? നമ്മൾ ഗവൺമെന്റ് MBBS വെച്ചായിരുന്നു, സെൽഫ് ഫിനാൻസിങ് MBBS വെച്ചായിരുന്നു, ഗവൺമെന്റ് BDS വെച്ചായിരുന്നു, സെൽഫ് ഫിനാൻസിങ് BDS വെച്ചായിരുന്നു. സെൽഫ് ഫിനാൻസിങ് BDS ആ കിട്ടിയേ, അല്ലെ ഗവൺമെന്റ് BDS ആ കിട്ടിയേ. നമ്മൾക്ക് ഗവൺമെന്റ് മാത്രമേ പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഡിക്കലിന്റെ മുഴുവൻ ഓപ്ഷനും ക്യാൻസൽ ആയി പോകും. നിർബന്ധം എടുത്തേ പറ്റുള്ളൂ. എന്നാൽ പോലും അഡ്മിഷൻ എടുത്താൽ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും നമുക്ക് ഗവൺമെന്റ് കിട്ടുമെന്ന് നോക്കാം, അല്ലെ മറ്റു കോളേജ് കിട്ടുമെന്ന് നോക്കാം. അതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല. ഇപ്പം വീണ്ടും നമുക്ക് ഗോകുലം തന്നെ എടുക്കുന്നു, നമ്മൾ ഇത്ര 8,16,000 അല്ലെങ്കിൽ ആ മുഴുവൻ എമൗണ്ടും അടച്ചു ചേർന്ന് കഴിഞ്ഞിട്ട് ഗവൺമെന്റിലോട്ട് കിട്ടുകയാണെങ്കിൽ ഈ പൈസ മുഴുവൻ നമുക്ക് തിരികെ കിട്ടും. എന്നിട്ട് ഗവൺമെന്റിന്റെ 18,000 രൂപ നമ്മൾ ഓൺലൈനായിട്ട് അടച്ചാൽ മാത്രം മതി, നമുക്ക് ആ കോളേജിലോട്ട് മാറാം, യാതൊരു തടസ്സവും ഇല്ല. 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും നമുക്ക് ഗവൺമെന്റിലോട്ട് മാറാം, ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് മാറാം. അപ്പോൾ ഇവിടെ ഒരു സ്വകാര്യ മേഖലയിൽ ചേർന്നു അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് മേഖലയിൽ ചേർന്ന് വിചാരിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ നിന്ന് ഔട്ടാക്കില്ല. 3ാം ഘട്ടം ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് വരെ നമുക്ക് വേണേൽ പങ്കെടുക്കാം. ഓൾ ഇന്ത്യ കോട്ടയുടെ 3ാം ഘട്ടം വരെ നമുക്കൊരു കോളേജ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറാം. അപ്പോൾ ഗവൺമെന്റ് കിട്ടാനുള്ള സാഹചര്യം കേരളത്തിന്റെ 3ാം ഘട്ടം വരെ നോക്കാം, ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടം വരെയും നമുക്ക് നോക്കാൻ സാധിക്കും. അത് MBBS ആണെങ്കിലും BDS ആണെങ്കിലും രണ്ട് വഴി കേരളത്തിന്റെ 3ാമത്തെ അലോട്ട്മെന്റ് വരെ മുമ്പോട്ട് പോകാം, ഓൾ ഇന്ത്യയുടെയും 3ാമത്തെ അലോട്ട്മെന്റ് വരെ മുമ്പോട്ട് പോകാം. അങ്ങനെ ഗവൺമെന്റ് കിട്ടുമെന്ന് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ഫീസിലുള്ള ഈ വലിയൊരു അന്തരം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുമല്ലോ. സാർ, ഇപ്പോൾ കേരളത്തിലൊരു സീറ്റ് കിട്ടി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യയിൽ സീറ്റ് കിട്ടുകയാണ്, അപ്പോൾ ഇവിടുത്തെ സീറ്റ് പോകുമോ? ഇല്ല, അത് നമുക്ക് ഈ കേരളത്തിന്റെ അലോട്ട്മെന്റുകളിലാണ് ഹയർ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സീറ്റ് പോകുന്നത്. ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് പോകുകയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു, കേരള വഴി അഡ്മിഷൻ എടുത്തു, അല്ലെങ്കിൽ ജൂബിലിയിലോ
ഗോകുലത്തിലും ഒക്കെ നമ്മൾ കേരള അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ എടുത്തിപ്പം. അത് കഴിഞ്ഞ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡിലല്ല ഓൾ ഇന്ത്യയുടെ തേർഡിലൊരു സീറ്റ് കിട്ടി നമുക്ക്. കർണാടകത്തിൽ കർവാർ മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി, അല്ലെ കർണാടകത്തിൽ കുടകിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. നമുക്ക് ആലോചിക്കാൻ പോകണോ വേണ്ടോ എന്ന് ആലോചിക്കാം. നമുക്ക് ഇവിടുത്തെ അഡ്മിഷൻ പോയിട്ടില്ല, ഇവിടുന്ന് നമ്മളിനി പോയി TC മേടിച്ചാലേ ഈ അഡ്മിഷൻ പോവുള്ളൂ. ഓൾ ഇന്ത്യയിലോ അല്ലെ എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ അഗ്രികൾച്ചറിനോ വെറ്ററിനറിക്കോ അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ച് MBBS BDS ക്യാൻസലായി പോവില്ല. മറ്റേത് അഡ്മിഷൻ കിട്ടിയാലും നമ്മൾ ഈ കോളേജിൽ പോയി TC മേടിച്ചാലേ ഇതിൻ്റെ അഡ്മിഷൻ ക്യാൻസലായി പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യയിൽ ഒരു അഡ്മിഷൻ കിട്ടി, നമ്മൾ ആലോചിക്കുന്നത് എങ്ങനെയുണ്ട് കോളേജ്, കുടക് മെഡിക്കൽ കോളേജ് നല്ല കോളേജ്, അല്ലെ കർവാർ അല്ലെങ്കിൽ തമിഴ്നാട് കർണാടക ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടി, ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് TCയും അടച്ച ഫീസും എല്ലാം മേടിച്ചിട്ട് നമ്മൾ ആ ഓൾ ഇന്ത്യയിൽ പോയി ചേരുന്നു. പിന്നെ തിരിച്ച് കേരളത്തിലോട്ടൊരു വരവില്ലെന്ന് മാത്രം. കേരളത്തിൽ നിന്ന് നമ്മൾ ഔട്ടാവും, പക്ഷെ എന്നിട്ട് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ പോയി ആ സീറ്റ് എടുക്കാം. അതിന് യാതൊരു തടസ്സവും ഇല്ല. ഓൾ ഇന്ത്യയുടെ 3ാമത്തെ അലോട്ട്മെൻറ്റ് വരെ നമുക്ക് നോക്കാം. അലോട്ടഡ് ആയാലും കേരളത്തിലെ സീറ്റ് പോവില്ല. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ TC മേടിച്ച് അങ്ങോട്ട് പോയാൽ മതിയാകും. സാർ, ഇപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് എടുത്തൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ സ്ട്രേ വേക്കൻസിയിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതൊരു നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്, ഒരു ഞാനിന്മയ കളിയാണ്. എല്ലാ വർഷവും സ്ട്രേ വേക്കൻസിയിൽ 1-2 സീറ്റ് ഉണ്ട്. 1, 2, 3, 4 സീറ്റ് വരെയൊക്കെ ഗവൺമെൻറ് മേഖലയിൽ കാറ്റഗറി അടിസ്ഥാനത്തിൽ തന്നെയൊക്കെ സീറ്റുണ്ട്. പക്ഷെ അതൊക്കെ റാങ്ക് വെച്ചിട്ട് അലോട്ട്മെൻ്റ് ആയിട്ടാണ് നടത്തുന്നത്. ആ ഒരു സീറ്റ് 4ാം ഘട്ടത്തിൽ വന്നേക്കാം എന്ന് വിചാരിച്ച് ഇപ്പം നമ്മളൊരു അഡ്മിഷൻ എടുക്കാതിരിക്കുന്നത് ഒട്ടും ഉചിതമല്ല. ഇപ്പം നമ്മുടെ കാര്യം നോക്കിയാൽ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ 540, 550, 525 മാർക്കുള്ള എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ആഗ്രഹം ഒന്നെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഈ വർഷം +2 കഴിഞ്ഞ ആളായിരിക്കാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ആളായിരിക്കാം. അവരുടെ കൺസെപ്റ്റിൽ ഒരു ബെറ്റർ കോളേജ് കിട്ടിയാലേ ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഏതാണ്ട് 30-35 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, ഇപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ സ്ട്രെയിൽ കൊടുക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് സ്ട്രേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം കിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. ശരിയായിരിക്കാം, 1-2 പേർക്ക് ബെറ്റർ കോളേജൊക്കെ കിട്ടിയേക്കാം. പക്ഷേ സ്ട്രേ വേക്കൻസി അല്ല നമ്മൾ മുമ്പിൽ കാണേണ്ടത്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ഇപ്പം ഓൾ ഇന്ത്യയിലോട്ട് പോകാനുള്ള സാഹചര്യം വന്നു, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കിട്ടി, പോകാനുള്ള സാഹചര്യമാണെങ്കിൽ പോവുക. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ കിട്ടി, അത് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നോക്കുക, ചിലപ്പോൾ വരും. ഇപ്പം കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ ചേർന്ന് കഴിഞ്ഞിട്ട് അതാത് സ്റ്റേറ്റിലോട്ട് മാറാനുള്ള നിയമം വന്നു. അത് അപ്പോഴത്തെ കാര്യമല്ലേ. ആദ്യം നമ്മൾ സീറ്റ് എടുത്തു കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള നിയമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അലോട്ട്മെൻറ്റ് മുമ്പ് പോവുക. കാരണം ഇത് ആദ്യത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, കൃത്യമായിട്ടും എന്താണ് ഇനി എനിക്ക് കിട്ടാനുള്ളതെന്ന് നമുക്ക് മുമ്പോട്ട് അറിയാം. ഗവൺമെൻറ് മേഖല കൃത്യമായിട്ട് ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, കേരളയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, നമുക്ക് മുമ്പോട്ട് എത്ര വരെയൊക്കെ കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ. സാറേ, നമുക്ക് അതൊരു ചോദ്യം കൂടിയാണ്. അതായത് എത്ര റാങ്ക് വരെയുള്ളവർക്ക് ഇനി പ്രതീക്ഷിക്കാം? നമുക്ക് ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതുപോലെ തന്നെ ഓൾ ഇന്ത്യ നമ്മൾ 25,000 വരെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 25,000, 25,500 വരെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പുതിയ കോളേജുകൾ വരുന്നതിനെ കുറിച്ചൊന്നും ചർച്ചകൾ നടക്കുന്നില്ല. കേരളത്തിലാണെങ്കിലും ഇപ്പോൾ 697 സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിരിക്കുന്നത്. അത് 750, 800-അടുത്തായിരിക്കും 2ാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് വരുന്നത്. 3ാം ഘട്ടം ആകുമ്പോഴേക്കും 850, 880 ഒക്കെ ആയിരിക്കും. 900-ന് തൊട്ടടുത്തുള്ള ഒരു 900-ൻ്റെ റേഞ്ചിലായിരിക്കും കേരളത്തിൽ സ്റ്റേറ്റ് മെറിറ്റ് തീരാനുള്ള സാധ്യത. അതനുസരിച്ച് ഈഴവ എന്ന് പറയുന്ന ഒരു 2000-ന് അടുത്ത് വരെയൊക്കെ ഈഴവ റിസർവേഷനിൽ വരാനും, മുസ്ലിം റിസർവേഷൻ ഒരു 1300, 1400 റാങ്ക് വരെയൊക്കെ വരാനും, മറ്റുള്ള കാറ്റഗറികൾ ഇപ്പം നിൽക്കുന്ന കാറ്റഗറികളെക്കാളും ചെറിയൊരു മാറ്റം വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം ആ കാറ്റഗറിക്കാർക്ക് പിന്നെ മാറാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. 1, 2 അല്ലെങ്കിൽ 4-5 പേരുകളൊക്കെ ആയിരിക്കും മാറ്റം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് EWS പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 163 വരെയൊക്കെ അല്ലെങ്കിൽ 2800-ൻ്റെ റേഞ്ചാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ഇനിയൊരു 4-5 സീറ്റുകൾ ഒക്കെ ആയിരിക്കും ചിലപ്പം കാറ്റഗറി അടിസ്ഥാനത്തിൽ മാറാനുള്ള സാധ്യതകൾ വരുന്നത്. ഓൾ ഇന്ത്യ ലെവലിലും കേരള ലെവലിലും നമുക്ക് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് മേഖലയിലാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് 8,700 വന്നിരിക്കുന്നത്. അതൊരു 10,500 ആയിരിക്കും കേരളത്തിൽ അലോട്ട്മെൻറ്റ് തീരുന്നത്. മുസ്ലിം മൈനോറിറ്റി ഒരു 11,500, ക്രിസ്ത്യൻ മൈനോറിറ്റി ഒരു 12,500, ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഇനി സീറ്റുകൾ തീരുന്നത്. കാരണം കുറച്ച് കോളേജുകൾ മാത്രം വെച്ച് അലോട്ട്മെൻറ്റ് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ നല്ല മാർക്കുള്ള കുട്ടികൾ ടോപ്പ് കോളേജ് മാത്രമൊക്കെ വെച്ചിട്ട് ഓപ്ഷൻ നിൽപ്പുണ്ട്. അവരൊക്കെ ഇനി ഇടയ്ക്ക് കയറും. അതുകൊണ്ട് വലിയൊരു മാറ്റം ഈ 2ാം ഘട്ട അലോട്ട്മെൻറ്റിലായിരിക്കും വലിയ മാറ്റം ഉണ്ടാകുന്നത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ഇനി ഓൾ ഇന്ത്യയുടെ സെക്കൻഡ്
ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് തുടങ്ങും. അപ്പം മാക്സിമം ഓപ്ഷൻ വെച്ചിട്ട് ഒരു സീറ്റ് എടുക്കണം. ഇനിയും നമ്മൾ മാറി നിൽക്കരുത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഫ്രീ എക്സിറ്റ് എടുത്തു ഓൾ ഇന്ത്യയിൽ. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ ചെയ്യരുത്. രണ്ടാം ഘട്ടത്തിൽ നമ്മളൊരു സീറ്റ് എടുക്കണം. സീറ്റ് എടുത്ത് അവിടെ നമ്മൾ പോയി ചേരണം. ചേർന്ന് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരാൻ പറ്റുമോ? വരാൻ പറ്റുന്ന സാഹചര്യമാണ് വരണം. ഓൾ ഇന്ത്യയുടെ മൂന്നാം ഘട്ടത്തിലൂടെ എന്താണെങ്കിലും പോകാം. അപ്പോൾ ഒരു കേരളത്തിലെ സീറ്റാണ്, അപ്പോൾ പോയി എടുക്കണം. അപ്പം ഇനി നമ്മുടെ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി നമ്മൾ മാറി നിന്നിട്ട് ഞാനിന്മേ കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കരുത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കോളേജുകളൊക്കെ വെച്ചൊരു ഈ വർഷമുണ്ട്. അവർക്ക് അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് അവർക്ക് സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെ മാറും. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയൊരു സീറ്റ് വർധനവ് ഇതുവരെ വരാത്തത് ഒരു വലിയ ലാസ്റ്റ് റാങ്കിൽ ഒരു വലിയ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അത് അത്രയധികം കോളേജുകൾ വരണം. അതിൻ്റെ ചർച്ചകൾ ഇപ്പം നടക്കുന്നില്ല. സാർ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടി എന്നുള്ള സന്തോഷമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞു ഷഹീൻ മൻസൂർ നമ്മൾ എയിംസ് ഡൽഹി എടുത്തു. ബാക്കിയുള്ള ജിപ്മറിൽ ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാം ചേർന്നിരിക്കുന്നു. ടീമിനെ ഉൾപ്പെടെയുള്ള ഒരു ജിപ്മറിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. AFMCയിൽ ഇന്ത്യർ ബുള്ളൻ ടീമിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ് AFMC. നമ്മൾ കഴിഞ്ഞ വർഷം ആ ക്യാമ്പസ് വിസിറ്റ് ചെയ്തപ്പോൾ നമുക്കത് 100 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പം റോൾ നമ്പർ മാത്രമാണ് AFMCയുടെ സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 21ഓളം മലയാളികളെയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ കിട്ടിയത്. കാരണം അതല്ലാത്ത മലയാളികളുണ്ട്. കാരണം മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പരീക്ഷ എഴുതിയവരുണ്ടാവും. എങ്കിൽ അതിൽ പോലും നമുക്ക് 18ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റിൽ നമ്മളിൽ നിന്ന് മാത്രം ആകെ 145 സീറ്റുള്ള ഇതിൽ ഇത്രയധികം മലയാളി വിദ്യാർത്ഥികളെ ഈ വർഷവും നമുക്ക് AFMCയിൽ എത്തിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഒരു മേന്മ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നീറ്റ് എക്സാം എഴുതിക്കാനും ആ നീറ്റ് എക്സാമിന് ശേഷം ഇംഗ്ലീഷ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ടോളർ, അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ഇൻ്റർവ്യൂ അതിനൊക്കെ തയ്യാറാക്കാനും അതിനൊക്കെ ഒരു അവബോധം കൊടുക്കാനും വർക്ക് ചെയ്തത് കുട്ടികൾ തന്നെയാണ്, പരീക്ഷ പോലെ തന്നെ. എങ്കിലും അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ടും ഇത്രയധികം വിദ്യാർത്ഥികളെ നമുക്ക് അവിടെ ഇൻ്റർവ്യൂവിൽ എത്തിക്കാനായിട്ടും അത് കഴിഞ്ഞ വർഷവും നമ്മുടെ ഇൻ്റർവ്യൂ ബോർഡ് പോലും പറയുന്നൊരവസ്ഥയുണ്ട്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന മറ്റൊരു സംഭവമില്ല. അപ്പോൾ അതൊക്കെ വലിയ അഭിമാനം തോന്നുന്ന ഒരു സമയം തന്നെയാണ് AFMCയുടെ ഈ വർഷത്തെ റിസൾട്ട്. എയിംസിൽ ഇപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 70ലധികം വിദ്യാർത്ഥികൾക്കാണ് എയിംസിൻ്റെ വിവിധ കോളേജുകളിലായിട്ട് അലോട്ടഡ് ആയിരിക്കുന്നത്. ജിപ്മർ പോണ്ടിച്ചേരിയിലും ജിപ്മർ കാരക്കലിലും വേറെ. അപ്പം ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ പ്രവേശനം അവർ നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇനി കേരളത്തിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റുകളിലും അതൊക്കെ നന്നായിട്ട് തന്നെ വരികയും ചെയ്യും. അപ്പം കരിക്കുലം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ യാത്രയുടെ തുടക്കം ആണ് ആരംഭിക്കുന്നത്. അപ്പം കേരളത്തിലെ അക്കാഡമിക് ഇയർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓണം കഴിയുമ്പോൾ ഉടനെ തന്നെ ക്ലാസ്സുകളൊക്കെ റെഗുലർ ക്ലാസ്സുകൾ ഒരു ഏതാണ്ട് 8, 9, 10 തീയതികളൊക്കെ ആകുമ്പോഴത്തേക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ എല്ലാത്തിൻ്റെയും MBBS ആണെങ്കിലും BDS ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ആരംഭിക്കും. ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യം തീർച്ചയായിട്ടും. കാരണം റെഗുലർ ക്ലാസ്സുകൾ ഒരു 20-ാം തീയതി കൂടിയൊക്കെ ആരംഭിക്കുകയുള്ളൂ. അതിന് മുമ്പുള്ളതെല്ലാം ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളാണ്. കാരണം +1 +2 പഠിച്ചതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ടുള്ള പഠനം. അതിൽ MBBS ഏറ്റവും വ്യത്യസ്തവുമാണ്. കാരണം ഒരു ബുക്ക് നോക്കിയോ ഒരു അധ്യാപകരിൽ നിന്നും അല്ല അത് പഠിക്കുന്നത്. കണ്ടും കേട്ടും ഡയഗ്നോസ് ചെയ്തും വളരെ അനുഭവ പരിജ്ഞാനത്തിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണല്ലോ ഈ ഒരു മേഖല. അപ്പോൾ അതിലോട്ട് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്നുള്ളത് തികച്ചും നമ്മൾ അതിന് ബോധവാന്മാരായിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. കാരണം ഇത്രയധികം ആഗ്രഹിച്ചൊരു കോഴ്സിന് പ്രവേശനം നേടുന്നത് നമ്മുടെ ജീവിതത്തിൽ വേറെ ഇല്ല, അല്ലേ? ഇപ്പം IIT-കളാണെങ്കിലും ഒന്നിനും മോശമല്ല, എങ്കിൽ പോലും ഓരോ വ്യക്തികളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ആഗ്രഹിച്ച് ഇത്രയേറെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അതിന് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുന്നത് വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അഡ്മിഷൻ എടുത്ത് അവിടെ ചെല്ലുമ്പം അത് നമുക്ക് ഉപയോഗിക്കാനുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ളതായിരിക്കണം എന്നൊന്ന് ആയി മാറിയെടുക്കാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു 5-6 മാസമെങ്കിലും എടുക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട്. അതിന് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്താണ് ഈ സംഭവം, എങ്ങനെ പഠിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള വലിയ ആൾക്കാരുടെ വലിയ ഫാക്കൽറ്റീസിൻ്റെ വലിയ പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ സീനിയേഴ്സിൻ്റെ ഒക്കെ ടോക്കുകളാണ്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക. പേരൻസിനും ഉണ്ട്, ആദ്യത്തെ ദിവസമൊക്കെ പേരൻസിനുമാണ്. അതൊക്കെ കേട്ട് പഠിക്കുക. എന്നിട്ട് വേണം
ഇതിലോട്ടായി തീരാനായിട്ട്. അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ആദ്യം മുതൽ തന്നെ അറ്റൻഡൻസുകളെല്ലാം തുടങ്ങും. കാരണം അറ്റൻഡൻസുകളൊക്കെ വളരെ നിർബന്ധമാണ്. ഇപ്പം ഈ നമ്മുടെ കഴിഞ്ഞ വർഷം ചേർന്ന കുട്ടികളുടെ പരീക്ഷകൾ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ വർഷത്തെ പരീക്ഷകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള അറ്റൻഡൻസുകളും ഒക്കെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഓറിയൻറ്റേഷനുകൾ അറ്റൻഡ് ചെയ്യണം. കാരണം അലോട്ട്മെൻറ്റ് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും കാണും. കേരളയുടെ 3ാം ഘട്ടം, ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടം, സ്ട്രേ വേക്കൻസി ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതൊക്കെ അഡ്മിഷൻ നടന്നോളൂ. അപ്പം റെഗുലർ ക്ലാസ്സുകൾ കുട്ടികളെല്ലാവരും വന്നതിന് ശേഷമൊക്കെ തുടങ്ങുള്ളൂ. പക്ഷേ ഓറിയൻറ്റേഷനുകൾ ഒരു 8ാം തീയതിയോടുകൂടി തുടങ്ങും. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഒരു 20ാം തീയതിയോടുകൂടി തുടങ്ങും. ഒക്ടോബറിലൊക്കെ ആയിരിക്കും അവരുടെ ഫംഗ്ഷനായിട്ട് മൊത്തം വൈറ്റ് കോട്ട് സെറമണിയും അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെയാണ് തുടങ്ങുന്നത്. അത് നേരത്തെ ചെല്ലുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും. അതെല്ലാം കൃത്യമായിട്ട് ഇൻറ്റിമേഷനുകൾ വന്നോളും. 3ാമത്തെ അലോട്ട്മെൻറ്റ് വരെ നമുക്ക് ഓരോ കുട്ടികൾക്കും പങ്കെടുക്കുകയും ചെയ്യാം. ക്ലാസ് തുടങ്ങിയാലും 3ാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യാം. സാർ, ഇപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന ഇപ്പോൾ MBBS സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിലും BDS സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിലും മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, വെറ്റിനറി, ആയുർവേദം ഒക്കെ തീർച്ചയായിട്ടും എത്രയധികം വിദ്യാർത്ഥികളുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 10% പേർക്ക് യഥാർത്ഥത്തിൽ അഡ്മിഷൻ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 90% വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ആകാനിരിക്കുന്നതേ ഉള്ളൂ. വലിയൊരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഇപ്പം BSc നേഴ്സിംഗ് അഡ്മിഷൻ ആയിട്ടുണ്ട്. ബാക്കി MBBS BDS മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അഡ്മിഷൻ പ്രൊസീജിയർ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഈ കാലതാമസം കൂടുതലായിപ്പോയി ഈ വർഷം. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതൊക്കെ നമ്മുടെ കേൾക്കാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ എല്ലാ വർഷവും നമ്മൾ പറയുന്നതാണ്. ഒരു JEE പോലെ JEEയുടെ പരീക്ഷ നടക്കുന്നു, JEE അഡ്വാൻസിൻ്റെ പരീക്ഷ നടക്കുന്നു. കൃത്യമായിട്ട് ജൂണിൽ 6 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നു. അത് തീർന്ന ഉടനെ തന്നെ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. കൃത്യമായിട്ട് അതിനൊരു ടൈം ടേബിൾ ഉണ്ട്. അവർക്കറിയാം ഇന്ന സമയത്താണ് ഇന്ന അലോട്ട്മെൻറ്റുകൾ, ഇന്ന ക്ലാസ്സുകൾ തുടങ്ങുന്നതെന്ന് അറിയാം. പക്ഷേ എന്തുകൊണ്ടോ മെഡിക്കൽ വിഭാഗത്തിലോട്ട് വരുമ്പോഴേക്കും ഈ ഒരു താമസം, അത് ഈ മറ്റുള്ള കോഴ്സിലോട്ട് പ്രവേശനം നേടേണ്ടവരുടെ ഈ താമസം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിൻ്റെ തികച്ചും തിക്തഫലം അനുഭവിക്കുന്നത് മറ്റുള്ള കുട്ടികളുമാണ്. കാരണം ഇനിയിപ്പം ഈ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഫിഷറീസ്, ഫോറസ്ട്രി അതുപോലെ തന്നെയുള്ള കോഴ്സുകൾക്കൊക്കെ പ്രവേശനം നേടുന്നത് കോളേജുകളിലൊക്കെ ഇവർ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയായിരിക്കും. ഡിഗ്രിയിലൊക്കെ എഞ്ചിനീയറിങ്ങിലൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുകയായിരിക്കും. അത് കിട്ടുമ്പോൾ ഇവർ അത് ഉപേക്ഷിച്ചിട്ട് ഈ കോഴ്സുകളിലോട്ട് ചേരും. അപ്പം ഡിഗ്രി കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റു പലയിടത്തും ഒഴിവുകൾ വരും. അത് പ്രവേശിച്ച് നിൽക്കുന്നവർക്ക് പിന്നീട് അഡ്മിഷൻ എടുക്കാൻ പോലും അവർക്ക് കിട്ടില്ലെന്ന് വിചാരിച്ച് അവർ മറ്റു പലയിടത്തും പോയി കാണും. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് നടപടികൾ ഇത്രയധികം നീണ്ടുപോകുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ പരിശോധിക്കുമായിരിക്കും. കാരണം അതൊക്കെ ഒരു ഏകീകരിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ കാലഘട്ടം 2025 പരീക്ഷ കഴിഞ്ഞിട്ട് 4-5 മാസങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി കാത്തിരിക്കുക എന്ന് പറയുന്നത് തീർത്തും നമുക്കത് അതിനോട് യോജിക്കാനാവുന്നതല്ല. അതൊക്കെ അതിന് ആൾക്കാർ പരിശോധിക്കട്ടെ. എന്താണെങ്കിലും ആ മേഖലയുടെ അഡ്മിഷനും അധികം താമസിക്കില്ല. നമുക്ക് പറയാനുള്ളത് അതാണ്. ഉടൻ തന്നെ, അതായത് ഈ ഇപ്പം BPharmൻ്റെ അലോട്ട്മെൻറ്റിന് തുടങ്ങി. BPharmൻ്റെ അലോട്ട്മെൻറ്റ് ഇന്ന് മുതൽ 22-ാം തീയതി വരെ ഓപ്ഷനുകൾ സമർപ്പിക്കാം. അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദത്തിൻ്റെ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് 24-ാം തീയതിയോടുകൂടി വരും. 24-25 തീയതികളിലാകുമ്പോൾ അത് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ICAR അഡ്മിഷൻ, CUETയുടെ പരീക്ഷ എഴുതിയിട്ടുള്ള ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പ്രവേശനം ഈ മാസം അവസാനം ആരംഭിക്കും. ഓൾ ഇന്ത്യ വെറ്റിനറി ഈ മാസം അവസാനം ആരംഭിക്കും. ആയുഷിൻ്റെ കൗൺസിലിങ്, ആയുർവേദം, ഹോമിയോയുടെ ആയുഷിൻ്റെ കൗൺസിലിംഗ് ഉടൻ തന്നെ ആരംഭിക്കും. ജിപ്മർ നഴ്സിംഗ് സെപ്റ്റംബർ ആദ്യ മാസം ആരംഭിക്കും. അപ്പോൾ ഇനിയൊരു 15-20 ദിവസത്തിനുള്ളിൽ തന്നെ ഇതുമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന എല്ലാവർക്കും അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കടക്കുകയും കൃത്യമായിട്ട് കോളേജിൽ ചെന്ന് ചേരുകയും ചെയ്യാം. ഇനി അധികം കാലതാമസം ഉണ്ടാവുകയില്ല. ഈ MBBS BDSൻ്റെ അഡ്മിഷൻ ഒത്തിരി താമസിച്ചു പോയതുകൊണ്ടാണ് അതിൻ്റെ നൂലാമാലകൾ, കാരണം പരീക്ഷ സംബന്ധിച്ചും സീറ്റുകൾ സംബന്ധിച്ചും കോളേജുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ സംബന്ധിച്ച് ധാരാളം കോടതി നടപടികളൊക്കെ ഉണ്ടാകാനായിട്ട് താമസിച്ചു പോയത്. അത് കാരണമാണ് മറ്റതും താമസിച്ചു പോയത്. എന്നാൽ ഇനി അധികം താമസം ഉണ്ടാവില്ല. സൈറ്റുകൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. കേരളയുടെ വെബ്സൈറ്റ് ce.kerala.gov.in അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി പോലുള്ള 11 പ്രോഗ്രാമുകൾക്ക് കേരള മെഡിക്കൽ അഡ്മിഷൻ നടക്കാനുണ്ട്. അപ്പോൾ ഒരു 12,000-13,000 കേരള മെഡിക്കൽ റാങ്ക് ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ വരും. ഒരു 5,000 റാങ്കിങ്ങിലുണ്ടെങ്കിൽ വെറ്റിനറി പ്രവേശനം കിട്ടും. ആയുർവേദം 15,000 റാങ്ക് വരെയൊക്കെ ആണെങ്കിൽ ആയുർവേദത്തിന് കിട്ടും. ഒരു 30,000 റാങ്ക് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് ആയുർവേദം കിട്ടും. 20,000 റാങ്ക് വരെ ആണെങ്കിൽ ഹോമിയോയ്ക്ക് പ്രവേശനം കിട്ടും. 2,000 രൂപയുള്ളൂ ഹോമിയോയ്ക്ക് ആനുവൽ ട്യൂഷൻ ഫീസ്. അപ്പോൾ ഏതൊരു ഫാമിലിക്കാണെങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അറിയപ്പെടാനും ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിൽ ഒരു ജീവിത നിലവാരം കാത്തു സൂക്ഷിക്കാനും ഹോമിയോയ്ക്ക് കഴിയും. അപ്പം BHMSന് വേണേൽ പ്രവേശനം കിട്ടും. കേരള മെഡിക്കൽ റാങ്ക് ഒരു 20,000 വരെ ഉണ്ടെങ്കിൽ അതിന് പ്രവേശനം കിട്ടും. അപ്പോൾ അവരൊന്നും നിരാശരാകേണ്ടതില്ല. അല്പം താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ.
പിന്നെ ഫിഷറീസ്, ഫോറസ്ട്രിക്ക് ഒരു കോളേജുണ്ട്, ഫിഷറീസിന് 2 കോളേജുണ്ട്. അതൊക്കെ ഏതാണ്ട് ഒരു 15,000-20,000 റാങ്ക് വരെയുള്ളവർക്കൊക്കെ പ്രവേശനം കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ആയുഷിൻ്റെ ഓൾ ഇന്ത്യ ലെവലിൽ ആയുർവേദം നോക്കുന്നവർക്ക്, ഡീംഡ് കോളേജുകളിൽ ആയുർവേദം നോക്കുന്നവർക്ക്, ഹോമിയോ നോക്കുന്നവർക്കൊക്കെ ആയുഷിൻ്റെ കൗൺസിലിങ്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെറ്റിനറി നോക്കുന്നവർക്ക് VCI അഡ്മിഷൻ, അത് നീറ്റിൻ്റെ സ്കോർ വെച്ച് തന്നെയാണ് VCI അഡ്മിഷൻ. ഓക്കെ. അതുപോലെ തന്നെ ജിപ്മറിൽ നഴ്സിംഗ് നോക്കുന്നവർക്ക്, അതിൻ്റെ അലൈഡ് കോഴ്സ് നോക്കുന്നവർക്ക് അതിൻ്റെ അഡ്മിഷനൊക്കെ തന്നെ വെബ്സൈറ്റുകളിൽ ഉടൻ തന്നെ വരും. അതെല്ലാം കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെർലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. കാരണം തീർച്ചയായിട്ടും, കാരണം മലയാളികളിലെ അത് എവിടെ താമസിക്കുന്നവരാണെങ്കിലും, അപ്പോൾ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളാണെങ്കിലും വിദേശത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ടൊരു അനുഭവ പരിചയം പങ്കുവെച്ചത് വിദേശത്തുള്ളവരാണ്. കാരണം ഈ മേഖലയെ അത്രയധികം പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. എങ്കിലും പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനും സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും ഫീസ് ഘടനയെക്കുറിച്ചും ഒക്കെ എല്ലാ സമയവും നമുക്ക് അറിയിക്കാനുണ്ട്. അത് ഈ വർഷം നല്ല എല്ലാ വർഷവും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പോലും എല്ലാവരോടും വേണ്ട കാര്യങ്ങൾ യഥാസമയങ്ങളിൽ അറിയിക്കുന്നതിനും അവരെ കോളേജുകളിൽ എത്തിക്കുന്നതിനും ഒക്കെ എൻ്റയർ ബുർലിൻ ടീം, നമ്മുടെ ക്ലാസ് മെൻറ്റേഴ്സ്, ഹോസ്റ്റലുകാർ, മാനേജ്മെൻറ്റ് ടീം എല്ലാവരും അതിന് വളരെയധികം സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട്. കാരണം ഡൽഹി ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകളിലും, അത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇനി മെഡിക്കൽ ആണെങ്കിലും, ISC ബാംഗ്ലൂരിൽ, IIT-കളിൽ, NIT-കളിൽ, എല്ലാ മേഖലകളിലും പ്രൊഫഷണൽ കോഴ്സിൻ്റെ എല്ലാ മേഖലകളിലും, ഇപ്പോൾ BITS, CMI, ISI, IIIT-കൾ എല്ലാ കോളേജുകളിലും മലയാളികളെ എത്തിക്കാനായിട്ട് ബെർലിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. കാരണം മലയാളികൾ അല്പമെങ്കിലും വൈകിയാണ് ഈ പ്രൊഫഷണൽ മേഖലകളിലോട്ടുള്ള പ്രവേശനത്തിനെ നോക്കിക്കാണുന്നത്. കാരണം നമുക്ക് പണ്ട് തൊട്ടേ ഒരു ചരിത്രം, സ്കൂളും ബോർഡ് എക്സാമുകൾക്കും നമുക്ക് ഭയങ്കര പ്രാധാന്യമാണ്. 10ാം ക്ലാസ് വരെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, ഫുൾ A+ മേടിക്കുക, അല്ലെ A1 മേടിക്കുക, +2 വരെ വളരെ നല്ലതായിട്ട് പഠിക്കുക, എല്ലാം A1 മേടിക്കുക, അല്ലെ A+ മേടിക്കുക, അല്ലെങ്കിൽ 100% മാർക്ക് മേടിക്കുക, എന്നിട്ട് ഏത് പ്രൊഫഷണൽ കോഴ്സിന് പോകണമെന്നുള്ളതാണ് അന്നും ഇന്നും മലയാളികളുടെ ചിന്ത. അതുകൊണ്ട് തന്നെ നാഷണൽ ലെവലുള്ള എക്സാമുകളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും ഒക്കെ അത് കഴിഞ്ഞ് അവർ ചിന്തിക്കാറുള്ളത്. പക്ഷെ നമുക്കതിന് മുമ്പ് തന്നെ ഈ മേഖലകളെ പരിചയപ്പെടുത്തുവാനും എന്താണ് ഇതിൻ്റെ പ്രാധാന്യം, IIT-കളിൽ എന്തിനു പഠിക്കണം, എയിംസിൽ എന്തിനു പഠിക്കണം, BITS-ൻ്റെ പ്രാധാന്യം എന്താണ്, ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാധാന്യം എന്താണ്, ISI-യുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ ഒരു പരിധിവരെയെങ്കിലും എല്ലാവരിലും എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അത് കൂടുതൽ ഉത്തരവാദിത്തോടെ ചെയ്യാൻ എൻ്റയർ ബുർലിൻ ടീം സജ്ജരാണ് താനും. ഇപ്പം നമ്മൾ യൂട്യൂബ് ചെയ്യുമ്പോഴും നമ്മൾ പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത്. ബെർലിനിലെ കുട്ടികൾ മാത്രം ഇങ്ങനെ ആകണം എന്നൊന്നും ഒരിക്കലും നമ്മൾ പറയാറില്ല. എൻ്റയർ മലയാളികൾ ഈ ചെറിയ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് ഒതുങ്ങിപ്പോവാതെ നാഷണൽ ലെവലിലുള്ള, നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു 10% സാധ്യതകളെക്കുറിച്ചേ പറഞ്ഞുള്ളൂ. 100% സാധ്യതകൾ, IIM-കൾ എന്തുമാത്രം സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടത്തിനുള്ളത്. അതൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞ് നാഷണൽ ലെവലിലുള്ള സാധ്യതകൾ കൂടി മനസ്സിലാക്കി 2026-ലും 2027-ലും ഒക്കെ നാഷണൽ ലെവൽ മുൻനിരയിലോട്ട് വരണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നമുക്ക് വെക്കാനായിട്ടുണ്ട്. കാരണം ഈ 2025 അഡ്മിഷൻ തീരുകയാണ്, 26 തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതും നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൂടി വരികയാണ്. അപ്പോൾ ശിവൻ സാറ് പറഞ്ഞതുപോലെ അനന്തമായ സാധ്യതകളെല്ലാം വളരെ വ്യക്തമാക്കിക്കൊണ്ട് ബെർലിൻ്റെ എല്ലാ കാലവും പറഞ്ഞു തരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2025-ലെ അലോട്ട്മെൻറ്റിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോഴും ബെർലിൻ്റെ ഏറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. രാജ്യത്ത് അഡ്മിഷൻ നേടിയ 85% വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും അത് ഏത് മേഖലയിലും, മെഡിക്കൽ എന്നല്ല, എഞ്ചിനീയറിംഗ് എന്നല്ല, റിസർച്ച് എന്നല്ല, ഡിഗ്രി എന്നല്ല, ഏത് മേഖലയിൽ പ്രവേശനം നേടിയവരെയും മലയാളികളെ നമുക്ക് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബെർലിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് 2026 വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഒക്കെയാണ്. കാരണം കൃത്യമായ ഗൈഡൻസിലൂടെ ഇന്നോളം മലയാളികളെ രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചതിൽ വലിയൊരു പങ്ക് ബെർലിൻ്റെനുണ്ട്. ഇനിയും ആ ഒരു ഉത്തരവാദിത്തം എല്ലാവിധ ആത്മാർത്ഥതയോടുകൂടിയും തുടരാൻ ബെർലിൻ്റെ ആഗ്രഹിക്കുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 2026 നീറ്റ് എഴുതുന്നവരും JEE എഴുതുന്നവരും അതുപോലെ സാർ പറഞ്ഞ വിവിധ CUT പോലുള്ള എക്സാമുകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ കൃത്യമായ ഒരു പാത പറഞ്ഞു നൽകിക്കൊണ്ട് അവരെ നയിക്കാൻ, അവർക്ക് വേണ്ട ഒരു മികച്ച കരിയർ ഒരുക്കി കൊടുക്കാൻ ബെർലിൻ്റെ എല്ലാ കാലവും വിദ്യാർത്ഥികളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ ശിവൻ സാറിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോകളുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ശിവൻ സാറിനൊപ്പം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം പോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഇനി അങ്ങോട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള വിദ്യാർത്ഥികളെയും കൂടി ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ഇപ്പം ഐസറിനെ കുറിച്ചൊക്കെ, ഇപ്പം ഐസറിൻ്റെ ഒരു പരീക്ഷ എഴുതിയാൽ ഐസറുകളിൽ മാത്രമല്ല പ്രവേശനം കിട്ടുന്നത്, ISC ബാംഗ്ലൂരിൽ പ്രവേശനം കിട്ടും,
കിട്ടും, IIT മദ്രാസിൽ കിട്ടും, IIT ഗുവാഹട്ടി കിട്ടും. അപ്പോൾ ഒരു പരീക്ഷകളിൽ തന്നെ ധാരാളം സാധ്യതകളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലല്ല, നമ്മുടെ വിവിധ ചാനലുകളിൽ, നീറ്റിൻ്റെ ചാനലാണെങ്കിലും ജെയുടെ ചാനലാണെങ്കിലും പല ചാനലുകളിലൂടെ പല വ്യക്തികളുടെ അനുഭവങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ ആയിരിക്കും നമ്മൾ അതിന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി പെടുത്തുന്നു, ഈ ഒരു അനന്തമായ സാധ്യതകളിലൂടെ സ്വന്തം മക്കളുടെ കരിയർ ഏതാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ ആ കൃത്യമായ പാതയിലേക്ക് നയിക്കാൻ, നിങ്ങളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ബ്രില്യൻറ്റിൻ്റെ ഒരു കൈ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ശിവൻ സാർ പറഞ്ഞ പോലെ ബ്രില്യൻറ്റിന് ഒരുപാട് ചാനലുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു ചാനലിൽ നീറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണുന്നത്. ജെയുടെ ഉണ്ട്, അതുപോലെ ഈ പറഞ്ഞ CUETയുടെ ചാനലുകളുണ്ട്. അങ്ങനെ പറഞ്ഞ ഓരോ കോഴ്സിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചാനലുണ്ട്. അപ്പോൾ എല്ലാ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് വരുന്ന കൃത്യമായ അലേർട്ടിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കൃത്യമായി കണ്ട് മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതൊരു അഭ്യർത്ഥന കൂടിയാണ്. മാക്സിമം ആളുകളിലേക്ക് ഇതൊരു ഷെയർ ചെയ്ത് നൽകുക. ഇന്നോളം മലയാളികൾ ബ്രില്യൻറ്റിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ആ ഒരു വിശ്വാസം അതും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുക, അവരും കൂടെ ഏറ്റെടുക്കേണ്ടതുമാണ്. കാരണം നമുക്കിപ്പം പബ്ലിക്കായിട്ട് നമ്മൾ പറയുന്നു, അത് പരസ്പരം നിങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് എപ്പോഴും അതിനൊരു വാല്യൂ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യണം. അപ്പോൾ ശിവൻ സാറ് പറഞ്ഞ പോലെ ഇതൊരു വേൾഡ് വൈഡ് പ്രോഗ്രാമാണ്, ലോകമെമ്പാടുമുള്ള മലയാളികൾ കാണുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങളെ ഇന്ന് ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.